ഇന്ന് കുറച്ചധികം ലേറ്റ് ആയിട്ടോ എണീക്കാനായിട്ട്. അതാണ് ഈ ഒരു കോലത്തിൽ നിൽക്കുന്നത്. സാധാരണ എണീക്കണ പാടെ തന്നെ ഞാൻ നേരെ പോയി കുളിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വന്ന് രാവിലത്തെ ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഇന്ന് എന്തായാലും വൈകി, എന്നാൽ പിന്നെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഞങ്ങൾക്ക് പുട്ട് തന്നെയാണ്. അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു തട്ടിക്കൂട്ട് ഗ്രീൻ പീസ് കറി അങ്ങ് ഉണ്ടാക്കി വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് പുട്ടൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അടിച്ചു വാരി തുടയ്ക്കാനായിട്ട് വന്നു. പിന്നെ സിറ്റ് ഔട്ടിൽ നമ്മൾ ഇന്നലെ ഇട്ട പൂവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റിയിട്ടു. തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയി ഒന്ന് കുളിച്ചു വന്നിട്ട് നേരെ വിളക്ക് വെച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പൂവിടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ഈ സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ടേക്കൊക്കെ മഴയുണ്ടോ? ഇപ്പം നല്ല മഴയാണ് ഈ പൂവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ. അപ്പം നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ ആ ഒരു വെള്ളപ്പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ശംഖുപുഷ്പം ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പൂക്കളൊക്കെ ഇങ്ങനെ സെറ്റാക്കി. ഈ ഒരു റെഡ് എതളുള്ള പൂവില്ലേ, അതും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. കണ്ടോ, നല്ല മഴയാണ് പുറത്ത് ഈ സമയത്ത്. അവിടെ സിറ്റ് ഔട്ടിലാണ് നമ്മൾ പൂവിടുന്നതുകൊണ്ട് ഊത്തടിച്ച് കയറുന്നുണ്ട് പൂവിടുന്ന സ്ഥലത്തേക്ക്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പൂക്കളം സെറ്റാക്കിയിട്ടുണ്ട്. ക്രിക്കറ്റ് ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ തിരുവോണത്തിൻ്റെ വീഡിയോസ് ആയിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യണത്. എന്നാൽ പിന്നെ അടുത്ത വീഡിയോസായിട്ട് കാണാം. ടാറ്റാ.